അപ്പോ അത്രയും ഇതായിരുന്നു. ഞാൻ നോക്കുമ്പോ എന്താ നമ്മളൊരു 3.5 കോടിയിലധികം വരുന്ന മലയാളികൾ കേൾക്കാൻ പോകുന്ന ഒരു ശബ്ദം എവിടെയാണെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, അതിലങ്ങോട്ട് പിടിച്ചു കീറിയിട്ടാണ്. പിന്നെ ഇവര് പറഞ്ഞു നമുക്ക് കുറച്ച് പണി ഉണ്ടാവും. എത്ര വേണമെങ്കിലും പാടത്തും പറമ്പിലും പണിയെടുക്കാം, റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്നത്. ആദ്യം കുറച്ച് പാടായിരുന്നു ട്രാക്കിലേക്ക് എത്താൻ, കാരണം കുറച്ച് ആ കഥാപാത്രത്തിലേക്ക് ബുദ്ധിമുട്ടി. പിന്നെ അത്യാവശ്യം നമ്മൾ പറഞ്ഞ് ഏകദേശം എത്ര ടേക്ക് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. നമുക്ക് ആ കറക്റ്റ് ആ ഫ്രെയിമിലേക്ക് എത്തണം, അല്ലെങ്കിൽ ആ മാസിലേക്ക് എത്തണം. ആദ്യം എടുത്ത കുറെ ഡയലോഗുകൾ പിന്നെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്, അത് പോരാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡബ് ചെയ്തിട്ടുണ്ട് പോയിട്ട് അതേ ഡയലോഗുകൾ കുറെ പോളിഷ് ചെയ്ത് ഫൈനൽ റിസൾട്ട് ആണ് കാണാൻ പോകുന്നത് 2-ാം തീയതി. എല്ലാവരും പോയി കാണുക തീർച്ചയായിട്ടും, അതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമന്റ് സെക്ഷനിൽ ഞാൻ ശ്രദ്ധിച്ചാണ്, ഇപ്പോൾ ആദ്യത്തെ ഇതിൽ നമ്മൾ ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സാധനം നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതില് എല്ലാരും ഇപ്പം ട്രെയിലർ കണ്ടിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു ആക്ഷൻ. അപ്പൊ ആക്ഷൻ ആണോ എന്നുള്ളൊരു ഡൗട്ട് പറയുന്നത്. നിങ്ങൾക്ക് മൊത്തത്തിൽ എന്താ തോന്നുന്നത്? ഡിവൈൻ ഉണ്ട്, ഫസ്റ്റിന്റെ അതുക്കും മേലെ ആണ് സംഗതി. അല്ല എന്തെന്നറിയോ, ഇവര് ഇത്രയും പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാം. കാരണം ഇവര് ഇത്രയും പ്രാവശ്യം 30 ടൈംസ് മോർ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അല്ല അതിലുപരി നമുക്ക് പ്രൊഡക്ഷൻ ഹൗസിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. മ്യൂസിക് അജനീഷ് ലോകനാഥ് ചേട്ടൻ സാറ് ചെയ്യുന്ന, DOP അരവിന്ദ് എസ് കശ്യപ്, അവരുടെ എല്ലാം വർക്ക് നമുക്ക് ഓൾറെഡി കണ്ട് നമുക്ക് അങ്ങനെ ആകെ ഒരു ഭ്രമം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇഷ്ടമാണ് ഒരു ഫ്രെയിമിനോട്. ആ ഒരു സാധനം നമ്മൾ ചെയ്ത് ഒരു സീൻ ചെയ്യാൻ തന്നെ അത്ര സന്തോഷമാണ്. അപ്പൊ അതേ സാധനം ഇനി വിഷ്വലായിട്ട് എല്ലാവരുടെ മുന്നിൽ എത്തുമ്പോൾ പിന്നെ മിക്സ് MR രാധാകൃഷ്ണൻ സാറാണ്. പിന്നെ പുള്ളിയെ കുറിച്ചും പറയേണ്ട കാര്യമില്ല, അടിപൊളിയായിരിക്കും. രസം എന്ന് വെച്ചാൽ ഇത് പക്ക സ്ട്രിക്റ്റ് ആണ് ഈ പരിപാടി. നമ്മൾ ഡബിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ വേറെ ആരും കണ്ടിട്ടില്ല കേട്ടോ, ഡബ് ചെയ്ത് ആരും കണ്ടിട്ടില്ല ഇവർ ഒഴിച്ചിട്ട്. കാരണം ഇപ്പൊ ഞാൻ ഋഷഭ് ഷെട്ടിയുടെ ശബ്ദം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് മോണിറ്റർ ഓഫ് ചെയ്യും, നമ്മൾ TV ഓഫ് ചെയ്തല്ലേ. അപ്പൊ ഞാൻ പറയും ഒന്ന് കാണട്ടെ, വേണ്ട മോൻ തിയേറ്ററിൽ കണ്ടാൽ നമുക്ക് ആ സീൻ മാത്രം നമ്മൾ ഡബ് ചെയ്യുന്നു, ബാക്കി അപ്പൊ തന്നെ ഓഫ്. കാരണം അവിടെ ഡോളർ എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേറ്റ് ഉണ്ടായിരുന്നു, അയാൾ കറക്റ്റ് ഫുൾ ടൈം ഇവരിവിടെ ഉണ്ട്. മൊബൈലിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സൈലന്റ് ആക്കിയിട്ട് പുറത്ത് വെക്കണം, ഇവരുടെ ഡബിങ് ഡയറക്ടേഴ്സ് ഇരിക്കുന്ന ആ ടേബിളിൽ വെക്കണം, എന്നിട്ട് കയറാൻ പറ്റുള്ളൂ. കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ അങ്ങ് സ്റ്റക്കാ, വേറെ ഒന്നുമില്ല, ഫുൾ ക്യാരക്ടർ. അപ്പൊ അതിന്റെ ഇടയിൽ ഇവരിപ്പോ എന്തെങ്കിലും നല്ല സീൻ വരികയാണെങ്കിൽ ഓഫ് ചെയ്യും, നമ്മുടെ ഡയലോഗ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യും, ആ TV ലിറ്ററലി ഓഫ് ചെയ്യണം. അപ്പൊ ഞാനത് എന്തത് അടുത്ത സീൻ എന്താണ് അത് പറയാളിയാ, അളിയനിപ്പോ അവിടെ ഇരുന്ന് കുറച്ചേരം ഇരുന്നോ, വെള്ളം കുടിച്ചോ, വെച്ചിട്ടാണല്ലേ. അത് ക്ലൈമാക്സ് ഒന്നും ഇവര് പോലും കണ്ടില്ല. ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വേറെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോ അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഇതിന്റെ വോയിസ് ടെസ്റ്റ് എടുക്കുന്നത്. നായികയാണെന്ന് പോലും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഇതിനകത്ത് ഒരു പെണ്ണാണെന്നോ അങ്ങനെ എന്തോ എന്നോട് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാനിപ്പോ ട്രെയിലർ വന്നപ്പോ തമിഴിലും മലയാളത്തിലും ഹീറോയിന് വോയിസ് കൊടുത്തിരിക്കുന്നത് ഒരു ലേഡി തന്നെയാണ്. അത് ഞാൻ ഇതിന്റെ ജയറാം സാറിനെ കൊണ്ട് ചെന്നൈയിൽ ചെയ്യിപ്പിക്കാനായിട്ട് ചെന്നൈയിൽ പോയ സമയത്ത് അവിടെ ഈ വോയിസ് കണ്ടായിരുന്നു. അപ്പൊ തലേദിവസം അവിടെ സെലക്ട് ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അവർ തന്നെ പറഞ്ഞു മലയാളി കൂടെയാണ്, നേറ്റീവ് മലയാളി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ മാഡത്തിനെ വിളിച്ചിട്ട് മാഡം ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവർ വൈകുന്നേരം വന്നു. അപ്പൊ തന്നെ അവർ കൊണ്ട് വോയിസ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. മാക്സിമം ഓക്കെ ആക്കാൻ നോക്കി, കാരണം ഓൾറെഡി തമിഴിൽ സെലക്ട് ആണ്. അപ്പൊ അവർ ബേസിക്കലി മലയാളി കൂടെയാണ്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ കുഴപ്പമുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ ഒരു മലയാളം ടച്ച് ഇല്ലാത്ത ചെറിയൊരു ഇത് തോന്നുമായിരിക്കും, പക്ഷെ അവര് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ഇങ്ങോട്ട് വന്ന് അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിട്ട് പോയി. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റേജിൽ ജയറാമേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും മലയാളികൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ. ഇപ്പൊ മറ്റ് ഭാഷകളിൽ പോയി ജയറാമേട്ടൻ, ലിറ്ററലി ഞാൻ ആ വേർഡ് യൂസ് ചെയ്യാണ്, മറ്റു ഭാഷകളിൽ പോകുമ്പോൾ ജയറാമേട്ടൻ കോമാളിയെ പോലെ അഭിനയിക്കുന്നു. പക്ഷേ ജയറാമേട്ടന്റെ ഒരു തിരിച്ചുവരവായിരിക്കും. അതെ, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആണ്, നമ്മുടെ അപ്പുവേട്ടനാണ്, നമ്മുടെ എല്ലാമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമാണ്. അപ്പൊ ഒരു സ്റ്റേജില് ജയറാമേട്ടൻ പറയുന്നുണ്ട്, ഞാനൊരു വരവ് വരുന്നുണ്ട്, വലിയൊരു സാധനം ഇരിക്കുന്നുണ്ട്. അതല്ലേ ക്യാരക്ടർ പെർഫോമൻസ് നമ്മള് ടോട്ടൽ അതിന്റെ മെയിൻ കാര്യങ്ങൾ പറയുന്നില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട്. അത്രയും നല്ല പെർഫോമൻസ് ആണ്.
പെർഫോമൻസ് പുള്ളി ഒരു ക്യാരക്ടർ ചെറിയ എന്തെങ്കിലും ആ ഒരു ക്യാരക്ടറിനെ പറ്റി പുള്ളി നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നല്ല നന്നായി അഭിനയിക്കുന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും വർഷമായി ജയറാമൻ ഡബ് ചെയ്യാൻ ഇവിടെ വന്നിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ക്ലൈമാക്സ് എടുക്കുന്ന സമയത്ത് ഋഷഭ് സാറിന്റെ ആക്ടിങ് കണ്ടിട്ട് പുള്ളിയെ പോലും മറന്നുപോയിട്ട് വിസിലടിച്ച് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ആഹാ, അടിപൊളി സംഭവം. ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അശ്വിൻ ചേട്ടനാണ് കുറച്ച് നാളായിട്ട് ഇവിടെ വരുന്ന പാൻ ഇന്ത്യൻ സിനിമകൾ ലീഡ് റോൾസ്, ഞാൻ നേരത്തെ പറഞ്ഞ ലീഡ് റോൾസ് കുറച്ച് എന്നാലും ഇപ്പം ഒരുപാടുണ്ടല്ലോ, അപ്പൊ കുറെ ഉണ്ടല്ലോ. എല്ലാം ഒന്നും ഇല്ലാന്ന് ഇപ്പൊ പറഞ്ഞ ആളാണ്, ഒരുപാടുണ്ടെന്ന്. അങ്ങനെയല്ല, മെയിൻ ആയിട്ട് നമ്മള് ശ്രദ്ധിക്കുന്ന പടങ്ങൾ ജവാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ കങ്കു ആവട്ടെ, അതിന്റെ വിജയവും പരാജയവും മാറ്റി നിർത്തി അതിന് എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് നമ്മള്, അതായത് നമുക്ക് കോവർക്കേഴ്സ് ആകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പം അത്ര എഫേർട്ട് ഇട്ട് ലീഡ് റോൾസ് ചെയ്യുന്ന ഈ മനുഷ്യന്റെ അടുത്ത് വന്നത് എങ്ങനെ ഇപ്പുറത്തേക്ക് വന്നു? ഞാൻ പറഞ്ഞില്ല, കുറച്ച് ബേസ് കിട്ടി. അയ്യോ, ബേസിന്റെ ആക്ച്വലി ഋഷഭ് സാർ അതെ ഋഷഭ് സാറിന്റെ വോയിസ് കറക്റ്റ് അവർക്ക് വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പൊ നമുക്ക് ഡൗട്ട് ആയിരുന്നു ആരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, സുരാജിന്റെ വോയിസും പുള്ളിയുടെ വോയിസ് അത്യാവശ്യം മാച്ചിങ് ആണ്. അങ്ങനെയാണ് അളിയന് ലോട്ടറി വീഴുന്നത്. കറക്റ്റ്, അത് പറയുകയും ചെയ്തു. ഈ ഒരു വോയിസിൽ പുള്ളിയെ സെലക്ട് ചെയ്യുന്ന പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി സന്തോഷമായത്. കൊള്ളാം, ഋഷഭ് സാർ സെലക്ട് ചെയ്തു. മൈൽ സ്റ്റോൺ ആണ്, ഒരു തർക്കമില്ല. കാരണം ഞാൻ ഒരുപാട് സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ആണ്, സിനിമ ഡയറക്ടർ ആവുമ്പോൾ നേരിട്ട് സെലക്ട് ചെയ്തു. മനസ്സിലായില്ലേ? ഇയാൾ അത് പൊങ്ങി തന്നെ ഇരിക്കട്ടെ, അതിന്റെ തട്ട് പോക്ക് താത്താൻ. അല്ല, മേ ബി ആക്ടിങ് മാത്രം. ഇപ്പൊ അതാണ്, ഒരു ആക്ടർ അഭിനയിച്ചിട്ട് പോയി എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് പ്രീ പ്രൊഡക്ഷൻ വർക്കിൽ ഇരിക്കണ്ട, ഡബിങ്ങിന്റെ കാര്യം കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, നെക്സ്റ്റ് റിലീസ് കാര്യങ്ങളൊന്നും ഇരിക്കണ്ട. പക്ഷെ സാറിന്റെ കാര്യം അങ്ങനെയല്ല. സാർ ഫുൾ ടൈം രാവിലെ എന്ന് വെച്ചാൽ നേരെ ഒരു 10 മണിയാകുമ്പോൾ ഫ്രഷ് ആയിട്ട് എഡിറ്റിംഗ് ടേബിളിലേക്ക് വരും, വൈകുന്നേരം ഒരു 10 മണി വരെ അവിടെയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എന്ത് വർക്ക് ഉണ്ടെങ്കിലും അങ്ങോട്ട് പോകണം എല്ലാം ചെയ്യും. ഇതിന്റെ ഇടയിൽ മിക്സ് ഡബിങ്ങിന് അങ്ങോട്ട് പോകണം, ഡയലോഗ്സ് എന്തെങ്കിലും കറക്ഷൻ ചെയ്യണം, അതെല്ലാം ചെയ്യും. അതായത് അത്രയും എല്ലാവരും കോർഡിനേറ്റ് ചെയ്യും. ആളും അതുപോലെ വർക്ക് ചെയ്യും. ടോട്ടലി ഒരു മൾട്ടി. ഇതിലില്ലേ, ട്രെയിലർ കണ്ടില്ലേ? അപ്പൊ അദ്ദേഹത്തിനെ കാണിക്കുന്ന ഒരു ഇൻട്രോ സീൻ ഉണ്ട്. അത് അത്യാവശ്യം ഒരു തൂങ്ങി ആടി വരുന്നൊരു സീനാണ്, ഒരു ഫൈറ്റ് സീൻ പോലത്തെ പരിപാടിയാണ്. അതിൽ വന്നിട്ട് ഫസ്റ്റ് പറയുന്ന ഒരു ഡയലോഗ് തന്നെ മാസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രെയിലറിലുള്ള ഡയലോഗ്. അപ്പോൾ ആ സീൻ തന്നെ ഏകദേശം ഒരു 10-15 തവണ അദ്ദേഹം ഇത് പോരാന്ന് പറഞ്ഞിട്ട് റീഷൂട്ട് ചെയ്ത്. അപ്പൊ ഓരോ തവണയും തൂങ്ങി ഇറങ്ങണം തലകീഴായിട്ട്. ഇതിന്റെ ഫൈറ്റ് ഒന്നും ഡ്യൂപ്പില്ല, എല്ലാം പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്ത പുള്ളി നിന്നിരിക്കുന്നത് കാന്താര ചാപ്റ്റർ 1 വേണ്ടി 5 വർഷമാണ്. തീർച്ചയായും ചെറിയൊരു കാലയളവല്ല. എത്ര കോടിയാണ്, എത്ര ആൾക്കാർ ഡീൽ ചെയ്തിട്ടുണ്ടാവും, എത്രയോ പിന്നെ കോസ്റ്റ്യൂം, അത് ഇത് എങ്ങനെ മൊത്തത്തില് പറയാന്നുണ്ടെങ്കിൽ ഇത് പുള്ളിയുടെ ഒരു മൈൽ സ്റ്റോൺ. അത് കാന്താര ചാപ്റ്റർ 1. 5 വർഷം വെയിറ്റ് ചെയ്തതിനുള്ള എല്ലാ കാര്യങ്ങളും ഇത് തിയേറ്ററിൽ തന്നെ കാണുന്ന പടമാണ്. അത്രയും വിഷ്വലാണ്, വിഷ്വൽ ട്രീറ്റ് ഗംഭീരമാണ്. നമുക്ക് ആ ചെറിയ ടിവിയിൽ ഇദ്ദേഹമുള്ള സീനിൽ ഞാൻ കാണുമ്പോൾ പോലും നമുക്ക് ഇങ്ങനെ രോമാഞ്ചം ഉണ്ടാവുക. അപ്പോൾ തിയേറ്ററിലാവുമ്പോൾ അത്രയും വലിയ സ്ക്രീനിൽ കാണുക, നല്ല സൗണ്ട് എഫക്റ്റിൽ കാണുക, നല്ല ശബ്ദമിശ്രണം വരുന്നൊരു പരിപാടിയും കൂടിയാണ്. ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ നമുക്ക് വേർത്താണ്. ആ ട്രെയിലറിലെ ഡയലോഗ് പറയാം. അതില് പുള്ളി മറ്റേ കന്നഡ പറഞ്ഞു വരാലപ്പം. അതാ അല്ലെ, വരാനല്പം താമസിച്ചു തോന്നുന്നു, എത്താനല്പം ബറാക് ಸ್ವಲ್ಪ ತಡ ಆಯ್ತಾ ಅಂತ. ബറാക് ಸ್ವಲ್ಪ ತಡ ಆಯ್ತಾ ಅಂತ. ഇതാണ് ഡയലോഗ് കന്നഡ. എത്താനല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ, ഇങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടി. പിന്നെ മറ്റേത് ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നില്ലേ? ನಿಮ್ಮನ್ನ ನೋಡಕ್ ನಾವು ಬಂದಿರಲ್ವಾ, ನಿಮ್ಮನ್ನ ನೋಡಕ್ಕೆ ನಾವು ಅಲ್ಲ, ನಮ್ಮನ್ನ ನೋಡಕ್ ನೀವ್ ಬಂದಿರಲ್ವಾ, ನಿಮ್ಮನ್ನ ನೋಡಕ್ಕೆ ನಾವು ಬರಬಾರ್ದಾ? മോഡുലേഷൻ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കാണാൻ നിങ്ങൾ വന്നില്ലേ, അപ്പൊ നിങ്ങളെ കാണാൻ ഞങ്ങൾക്കും വന്നൂടെ. വോയിസ് റെസിംബ്ലൻസ് ഭയങ്കരമായിട്ടുണ്ടല്ലേ ശരിക്കും. നമ്മൾ ഇങ്ങനെ റോ ആയിട്ട് കേൾക്കുമ്പോ തന്നെ, ഇത് മിക്സ് ചെയ്ത് കേൾക്കുമ്പോ തന്നെ വർക്കാവുണ്ട്. അപ്പൊ മിക്സ് ചെയ്യാണ്ട് കേൾക്കുന്നതിന് വർക്കാണ്. അപ്പൊ തിയേറ്ററിൽ മറ്റേ വോയിസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പറയാം. താഴെന്ന് പറയാം. ഇനി മുതൽ വിളവെടുപ്പിന്റെ 3ാമത്തെ പങ്ക് അതിർത്തിയിൽ കൊണ്ട് വെക്കേണ്ടതില്ല. ചേട്ടാ മലയാളത്തിൽ ഇനി മുതൽ വിളവെടുപ്പിന്റെ 3ാമത്തെ പങ്ക് അതിർത്തിയിൽ വെക്കേണ്ടതില്ല.
അനൗൺസ്മെന്റ് ഇല്ല 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 അതെന്താ വെച്ചാൽ പുള്ളി ഒരു പാറയുടെ മുകളിൽ നിന്നിട്ട് എല്ലാ അനുയായികളോടും ഫാമിലിയോടൊക്കെ പറയുന്നവരുടെ അത്രയും വലിയ ആൾക്കാർ ക്രൗഡിനോട് പറയുന്ന ഒരു സാധനം. അതുകൊണ്ട് തന്നെയാണ് വെക്കേണ്ടതില്ല. ഇതൊരു അല്ല, ആക്ച്വലി പടത്തെ പറ്റി നമുക്ക് അധികം പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഇഷ്ടം പോലെ പറഞ്ഞേക്കാം. നമുക്ക് സ്പോയിലർ ആയി പോവല്ലോ എന്നുണ്ട്. എന്തറിയോ, നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് പോവാണോ, പക്ഷെ മോശമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം പുള്ളിക്ക് അത്രയും കഷ്ടപ്പെട്ട് അത്ര 5 വർഷം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരാൾ ഒരു സിനിമയിൽ ഡബ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഒരു സ്പോയിലർ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് ട്വിസ്റ്റോ പറഞ്ഞാൽ തീർന്നില്ലേ? ഒരാളെ അല്ല, ഒരു സിനിമയെ തന്നെയല്ലേ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റേ കൃത്യമായിരുന്നു പഠിച്ച് അല്ലെ ഇത് പറയണം ഇത് പറയരുത് ഇനി അബദ്ധത്തിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പോലും അത് കന്നഡയിലാക്കി. ഇപ്പൊ അശ്വിൻ ചേട്ടൻ ഇപ്പൊ ഒന്ന് പറയുമ്പോ പോലും ഡയലോഗ് എല്ലാം ഇവിടെയും കാണാപ്പാടവാ. ആൾക്കാരെ ഫുൾ ടൈം അത്രയും ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 മാസമായി നമ്മൾ അശ്വിനാണ് കറക്റ്റ് ഫ്രെയിം ചെയ്ത്, അതായത് അശ്വിൻ ഡബിങ് ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഒരു ഗുണം എനിക്കും കൂടി കിട്ടി. കാരണം അശ്വിൻ കറക്റ്റ് ആ മീറ്ററിൽ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ അത് പറഞ്ഞാൽ മാത്രം മതി, അല്ലാതെ എവിടെയാണ് നീട്ട കുറുക്ക് അങ്ങനെ ഒന്നും സാധനം നോക്കണം. കാരണം അതേ നീട്ടലും ഫുൾ സ്റ്റോപ്പും പോസും എല്ലാം കൃത്യമായിട്ട് അശ്വിൻ പറഞ്ഞു തരുമ്പോൾ എനിക്കത് ഫോളോ ചെയ്താൽ മാത്രം മതി എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ഡബിങ് ആർട്ടിസ്റ്റിന്റെ ഗുണമാണല്ലോ ഈ ഡബിങ് ഡയറക്ടർ ആകുമ്പോൾ. ഇദ്ദേഹം ഡബിങ് ആർട്ടിസ്റ്റ് ആണോ, ഇതിൽ ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡബിങ് ഡയറക്ടറായിട്ടാണ് എനിക്കറിയാവുന്നത്. ഞാൻ നോക്കിയപ്പോഴേ പുള്ളിനെ ട്രാക്ക് ഓൺ ചെയ്തിട്ട് ഇവിടുന്ന് റെക്കോർഡ് ഇടും, എന്നിട്ട് അവിടെ പോയി ഡബ് ചെയ്യും. എന്താ ചെയ്യാ, എല്ലാവരും നമ്മുടെ കയ്യെത്തണം. മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിന്റെ അതിനേക്കാൾ ഉപരി നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പടത്തിൽ നമ്മളേലും പിന്നെ നമുക്ക് ആരോട് ചോദിക്കണ്ടല്ലോ, എനിക്ക് എന്നോട് തന്നെ ചോദിച്ചാ പോരെ. റെഡിയല്ലേ? ഓക്കെ. നമ്മള് മറ്റേ ഇതൊക്കെ ഡബ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മാസൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പൊ ഞാൻ അശ്വിൻ ഒന്ന് പ്ലേ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പുറത്ത് വരുമ്പോൾ പ്ലേ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഇതൊക്കെ കുറെ നാളായാലും കാണുന്നത്. കാരണം ഇതിന്റെ എഴുത്ത് തന്നെ ഋഷഭ് ഷെട്ടി സാറായിട്ട് ഇരുന്നിട്ടാണ് എഴുത്തും പരിപാടി. ഒരു സെൽഫി തരുന്ന ഇല്ലെന്നൊക്കെ പറഞ്ഞു തമാശക്ക്. അപ്പൊ അങ്ങനെ ഞാനും ചേട്ടനെ കളിയാക്കുന്ന പോലെ ഞാൻ അശ്വനെ കളിയാക്കുന്ന പോലെയുള്ള കളിയാക്കൽ അങ്ങനത്തെ വലിയ സംഭവമാണെന്നല്ല പറയുന്നത്. അത്ര സിമ്പിൾ ആണ്, ദാറ്റ്സ് ഇറ്റ്. അത്ര നമ്മളെടുത്ത് ഇടപെടുന്ന രീതി എല്ലാം സിമ്പിൾ ആയതുകൊണ്ട് അത് എനിക്ക് തമാശയായിട്ട് തോന്നുന്നു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞത് ശരിയാകുമ്പോ നമുക്ക് തോന്നും ഒരു ബ്രദറിനെ പോലെയാണെന്ന് തോന്നും. ആസ് എ വർക്കർ, ആസ് എ ബ്രദർ, ആസ് എ ഫ്രണ്ട്, എല്ലാവരും കൂടെ അവിടെ ഉള്ള നമുക്കൊരു ഫാമിലിയാണ്. എനിക്ക് ബേസിക്കലി ഇവിടെ നമുക്കൊരു ഫാമിലി ഉണ്ട് എറണാകുളത്ത്. കേരളത്തിൽ എല്ലാവിടെയും പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഡബിങ് ആർട്ടിസ്റ്റിന്റെ ആയാലും സ്റ്റുഡിയോ അങ്ങനെ ഒരു ഫാമിലി പോലെ. ഇപ്പൊ നമ്മുടെ നന്മ സ്റ്റുഡിയോ നമുക്കൊരു ഫാമിലി പോലെയാണ്. അതുപോലെ നമുക്ക് ഹൊമ്പാലെ ഫിലിംസ് കാന്താര ചാപ്റ്റർ 1 അതിലെ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്.